ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഓരോ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതായത് പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ വാഗമൺ പോവേണ്ട കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ പോണതാണ് കേട്ടോ. വണ്ടി ട്രിപ്പാണ്. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണേ കേട്ടോ. പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ബീച്ചിൽ അങ്ങനെ ചെറിയ സ്ഥലത്തൊക്കെ പോവാറുണ്ട്. അപ്പോൾ പെരുന്നാൾ അന്ന് വൈകുന്നേരം തീരുമാനിച്ചതാണ് ഇങ്ങനെ പോവാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ 2 കാറിനായിട്ടാണ് പോണത്. അപ്പോൾ മൂത്ത് വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായി. അപ്പോൾ മൂത്തുട്ടയും പറഞ്ഞ് വരാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഉമ്മച്ചീൻ്റെ അടുത്ത് അനിയൻ്റെ അടുത്ത് വരണ്ടെന്ന് ചോദിച്ചപ്പോൾ അവനും വരണ്ടെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും വാപ്പിച്ച് കൊണ്ടുവന്ന് ഉമ്മച്ചീൻ്റെ അനിയനെയും കൊണ്ടുവന്ന് വീട്ടിലാക്കി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. 2 വണ്ടിക്കാണ് പോണത്. ഒന്ന് ഞങ്ങളുടെ വണ്ടിക്കും പിന്നെ ഒന്ന് റിസാലിൻ്റെ വണ്ടിക്കാണ് പോണത്. അപ്പോൾ ഞങ്ങളൊക്കെ ഈ വണ്ടിയിലേക്ക് കയറിയിട്ട് അപ്പോൾ സൗഫിയും മൂത്തും ഉമ്മച്ചിയും എൻ്റെ ഉമ്മച്ചിയൊക്കെ ആ വണ്ടിയിലാണ് കേട്ടോ. റിസാലിൻ്റെ വണ്ടിയിലാണ്. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഒരുപാട് നാളെ ഇങ്ങനെ പോയിട്ട് വണ്ടി ട്രിപ്പൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് പോകാമെന്നാണ് കേട്ടോ. നമ്മളിങ്ങനെ ഫുൾ പ്ലാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കാറില്ല സാധാരണ. ഞാനെന്തോ +1 +2 ഒക്കെ പഠിക്കുമ്പോഴാണ് ലാസ്റ്റായിട്ട് വാഗമണിൽ പോയത്. അതിൽ പിന്നെ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ പോകുന്നത് ഇപ്പോഴാണ് കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ പോവേണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ട് നിന്നപ്പോൾ 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. അങ്ങോട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ കടകളൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. കാരണം ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് മിക്ക കടകളൊക്കെ അടച്ചിട്ടേക്കുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങളൊരു കട കണ്ടു, വെജിറ്റേറിയൻ കട ഉണ്ട്. അപ്പോൾ അവിടെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നെയ്റോസ്റ്റും മസാല ദോശയും എന്താ പറഞ്ഞേക്കണേ. അപ്പോൾ അത് തരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ വന്ന് ഞങ്ങൾ കഴിക്കാൻ കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ പോണ വഴിയിൽ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി അവിടെ നിർത്തി കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട് കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. പിന്നെ പോണ വഴിക്ക് വീണ്ടും അങ്ങൊരു തടാകം പോലെ കണ്ടിട്ട് അപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ എങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുവരെയായിട്ടും വാഗമണിൽ വന്നപ്പോഴൊന്നും ഞങ്ങൾ പോവാത്ത സ്ഥലത്തൊക്കെ പോകാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ ഇതുവരെയായിട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോയതാണ്. പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പൈസ എടുക്കണമായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർ അതൊക്കെ പറഞ്ഞിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിടുമ്പോൾ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് തുടങ്ങി. അതും പറഞ്ഞ് തിരിച്ചു തരാൻ നേരത്ത് നമുക്ക് എല്ലാം വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നിന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിലെത്തി കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ കുറേ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് പോകണം. അപ്പോൾ മേളിലേക്ക് കയറാൻ ഇച്ചിരി പാടാണ്. ഞാൻ സാധാ ചെരുപ്പായിട്ടായിരുന്നു. അപ്പോൾ കാല് സ്ലിപ്പാവുന്നുണ്ട്. പിടിച്ചാണ് മേളിലേക്ക് കയറി ചെന്നത്. അങ്ങനെ അവിടെ ഒരു മരത്തടി എടുപ്പുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ.
പിന്നെ ദേ അവിടെ നിന്ന് നടന്നു വന്നപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ മാംഗോ ബാറൊക്കെ വാങ്ങിച്ചിട്ട് അതും തിന്ന് ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ തങ്ങൾപ്പാറ കേട്ടോ. ഞങ്ങൾ തങ്ങൾപ്പാറയിൽ പോവേണ്ട. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിനകത്ത് കയറിയില്ല, കുറച്ച് പേര് മാത്രം ഉണ്ടെങ്കിൽ മേളിലേക്ക് കയറിയോളൂ. കാരണം ഭയങ്കര പാടാണ് മേളിലേക്ക് കയറി പോവാൻ. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നല്ല വെയിലുണ്ട് ഗൈസ്. പിന്നെ ഇടയ്ക്ക് തണല് വരുന്നുണ്ട്. നോക്കി അങ്ങോട്ടാ. ഹലോ ഗൈസ്, വെൽക്കം. നല്ല കാറ്റാണ് ഗൈസ്. ഇപ്പൊ വെയിലില്ല കേട്ടോ, ഇപ്പൊ തണലാണ്. നല്ല തണുപ്പ് കാറ്റ്. എങ്ങനെയുണ്ടാ വേറെ സൂപ്പറല്ലേ? ഫൈനലി ഞങ്ങളെ തങ്ങൾപ്പാറയുടെ അടുത്തെത്തി. ഇറാൻ എടുത്തുകൊണ്ട് മേളിലേക്ക് കയറണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു കേട്ടോ. ഞാൻ കായ് മാറിയാണ് എടുത്ത് മേളിലേക്ക് വാതിലും വന്നേ. അതിനുശേഷം അവൾ നടന്നു കേട്ടോ. പിന്നെ അങ്ങനത്തെ അവിടെ ചെന്ന് ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണ്ട അകത്തേക്ക് കയറാൻ. ഞങ്ങൾ പണ്ട് വന്നപ്പോഴും ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന സൈഡിൽ കൂടെ ചെറുതായിട്ട് വെള്ളമൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് യാസീനൊക്കെ ഓതി താഴത്തേക്കൊക്കെ വന്നു കേട്ടോ. 3 മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. ഞങ്ങൾ ഊണാണ് കേട്ടോ കഴിച്ചത്. അത് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സൈഡിൽ തന്നെ പാർക്ക് ഉണ്ടായിട്ട് അപ്പോൾ പിള്ളേർ ആ പാർക്കിൽ കയറുന്ന നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെയിലും ഉണ്ടെങ്കിലും അതിനൊപ്പം ചെറിയൊരു തണുത്ത കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിള്ളേർ അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മൊട്ടക്കുന്നിലേക്കാണ് കേട്ടോ പോയേക്കുന്നത്. Kayaking and boating. പിള്ളേർക്ക് ഇതിനകത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞ് ബഹളമൊക്കെ ആയിരുന്നിട്ട്, പക്ഷേ ഇറക്കിയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ. പിന്നെ ഇതേ താമര, ഞങ്ങൾക്ക് അവിടെ കിടന്ന് താമരയൊക്കെ ഇട്ടില്ല. അപ്പോൾ താമര വെച്ച് സൗഫി ബൈയും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇതേ മൊട്ടക്കുന്നിൽ ഇങ്ങനെ അവിടെ റെസ്റ്റ് എടുത്ത് ഇരുന്ന് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പിന്നെ ടീ ലൈക്കിലേക്ക് പോകാൻ വേണ്ടി പോയാണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് കയറിയതാണ് കേട്ടോ. അങ്ങനെ ഇതേ കുറച്ചുപേരൊക്കെ ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ ചെന്നിട്ട് ബോട്ടിലേക്ക് കയറാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ 5:30 വരെ ടൈമുള്ളൂ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും 6 മണിയായി. ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടി അവിടെ കുറച്ച് ടൈം പോയിട്ട് 1/2 മണിക്കൂർ അവിടെ പോയി. അങ്ങനെ അവർ പറഞ്ഞ് 5:30 വരെ ഇവിടെ ഉള്ളൂ, അതേ പിന്നെ കയറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ. ബോട്ടിങ്ങിന് 50 രൂപയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ മണത്തിരിപ്പ് നേരത്തെ നിങ്ങൾ വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അവിടെ തൈലത്തോട്ടുണ്ടായിരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ.
കറി കറിയുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മഴയൊക്കെ മാറി. ഞങ്ങൾ ഇത് പാട്ടൊക്കെ വെച്ച് റോട്ടിൽ കിടന്ന് കുറച്ച് നേരം തുള്ളിയൊക്കെ ചെയ്തിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ പെരുമ്പാവൂർ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ നടന്നിട്ട് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പെരുമ്പാവൂർ റോയലിൽ ചെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് ഓർഡർ കൊടുത്തില്ല. അപ്പോൾ ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കണക്കിന് വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ വന്നു. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരാം. ടാറ്റാ.